മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മനുഷ്യന്റെ ഓട്ടം തന്നെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന സിനിമകൾ, ഇപ്പൊ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് എടുത്താലും ഡെഡ് റെക്കനിങ് എന്ന് പറഞ്ഞ സിനിമ എടുത്താലും ആള് നല്ലോണം ഫ്ലൈ ചെയ്യാനൊക്കെ ഏബിൾ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു എയർക്രാഫ്റ്റിൽ വെച്ചിട്ടുള്ള കുറെ പെർഫോമൻസുകൾ അദ്ദേഹത്തിനെ കൊണ്ട് ഫ്ലൈ ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ച് ടോപ്പ് ഗണ്ണിലും അത് അടിപൊളിയായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലസ് ടോം ക്രൂസ് എല്ലാ മൂവീസിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫ്ലൈയിങ് എബിലിറ്റി, അദ്ദേഹത്തിന്റെ ആ ഒരു ഏവിയേറ്റർ എന്നുള്ള ഒരു സ്കില്ലെല്ലാം മൂവിക്കകത്ത് ഭയങ്കര രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ചില ആക്ഷൻ സീക്വൻസുകളുണ്ട്, പ്രത്യേകിച്ച് സ്ട്രിങ്ങിൽ കയറുന്നതും അങ്ങനെയൊക്കെ ഉള്ള കുറെ സീക്വൻസുകൾ അദ്ദേഹത്തിന്റെ ഏജിന്റെ ഒരു ഫാക്ടർ കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അതിപ്പോ പല സിനിമകളിലും കാണുന്നില്ല. അത് നന്നായിട്ട് മിസ് ചെയ്യുന്നു. അതിന് പകരം ഇതിപ്പോ ഒരു സബ്മറൈനിൽ പോയി എടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിനടിയിൽ വെച്ചുള്ള കുറെ കളികളൊക്കെ ഉണ്ട്. അതെനിക്ക് ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എങ്കിലും അവിടെ ഒന്നും പല ഭാഗങ്ങളും വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല. ഈ മൂവി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമകളെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അറിയത്തില്ല. ഒരുപാട് ലെങ്ത് ആക്കി ഈ സിനിമ, പ്രത്യേകിച്ച് ഇതൊരു കൺക്ലൂഷൻ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കൺവിൻസ് ചെയ്യേണ്ട രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും കൺവിൻസ് ആകാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള ആ ഒരു വൈറസ് അല്ലെങ്കിൽ ആ ഒരു മാൽവെയറിനെ കുറിച്ച് അവർ പറയുന്നത്, അത് എവിടേക്കോ ഒരു പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത, IT ആയിട്ട് കുറച്ചൊക്കെ ഒരു ബന്ധമുള്ള ആളായിട്ട് പോലും എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. നമ്മൾ പഴയ സ്കൂൾ ഒരു സിനിമ കാണുന്ന ഒരു രീതിയിലാണ് അവർ ഇതിനകത്ത് ആ ഇൻഫർമേഷൻസ് ഒരു പെൻഡ്രൈവിലോട്ട് ആക്കുമ്പോഴത്തേക്ക് അതങ്ങനെ ലൈറ്റ് കത്തുന്നത്. അതൊരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ? പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരിതൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. അതിലൊക്കെ എവിടെയൊക്കെ ഒരുപാട് പാളിച്ചകളുള്ളതാണൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ലെങ്ത് കൂട്ടേണ്ടി വന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കാറ്റേഡ് ആവും. അതുപോലെ പഴയ സിനിമകളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു വെക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ അൾട്ടിമേറ്റ്ലി മുതലാകും. ഞാനിത് ഐമാക്സിലാണ് കണ്ടത്. പക്ഷെ എനിക്ക് സൗണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ടും തോന്നിയില്ല. ഈ ഐമാക്സിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഡോൾബി അറ്റ്മോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതുപോലുള്ള ഒരു സൗണ്ട് എഫക്റ്റ് ഒന്നും നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല. ഇത്രയും ഒരു വലിയ വ്യൂവിംഗ് സ്ക്രീനിനകത്ത് കാണുന്നു എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് ഓഡിയോ വിഷ്വൽ ഒരു സിങ്ക് അതിനകത്തോട്ട് അത്രത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനി തിയേറ്ററിന്റെ പ്രശ്നമാണോ, അതിനി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐമാക്സ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ട്രിവാൻഡ്രത്തുള്ള PVR ഞാൻ കണ്ടത്. ഞാനത് കമ്പയർ ചെയ്യുന്ന ഒരു ഡോൾബി അറ്റ്മോസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ ഒരു വീക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്തുള്ള ഫൈറ്റ് സീക്വൻസുകൾ, അത് എസ്പെഷ്യലി ആ ഫ്ലൈയിങ് ഷോട്ട്സ്, 2 എയർക്രാഫ്റ്റ്സ് വെച്ചുള്ള ചേസ്, അതിനകത്ത് അദ്ദേഹം കാണിച്ചിരിക്കുന്ന സ്റ്റൺസ് എല്ലാം അത് കുറേയൊക്കെ ഒറിജിനലായിട്ട് അയാൾ ചെയ്തിരിക്കുന്നതായിരിക്കണം. കാരണം അതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ ഒരു ഫുട്ടേജസ് ഷൂട്ട് ചെയ്യുന്ന കുറെ ഫുട്ടേജസ് ഒക്കെ ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അറിയാം അദ്ദേഹം കുറെ സ്റ്റൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിലുള്ള സ്റ്റൺസ് അതത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ മുതലാവും. കാരണം അതിന് മാത്രം എഫേർട്ട് ഇത്രയും ഈ ഒരു ഏജിലും അദ്ദേഹം ഇടുന്നത് ഭയങ്കരമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസ് ഓഫ് മൂവീസിന്റെ ഒരു ഫൈനൽ പാർട്ട് പോലെ കണ്ടാണ് ഇത്, കൺക്ലൂഷൻ പോലെയാണ് അവർ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ ഒരു ട്രിബ്യൂട്ട് പോലെ ഇതുവരെയുള്ള മിഷൻ ഇമ്പോസിബിൾ മൂവീസിനൊക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലാണ് സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സെയിം ടൈം ആ ഒരു ഓട്ടത്തിൽ ടോം ക്രൂസിന്റെ ആ പഴയ എനർജി ഇപ്പോഴും സ്റ്റിൽ അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തിരുന്ന ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റൺസ്, അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള കുറെ സ്ട്രിങ്സിലൊക്കെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എവിടേക്കോ വാനിഷ് ആയി പോയിരിക്കുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഏജിന്റെ ഫാക്ടർ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെയുള്ള സ്റ്റൺസ് ഒന്നും ചെയ്യാൻ കഴിയും. കാരണം ആ ഒരു ടൈമിങ്, ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ അദ്ദേഹം ചെയ്യുന്ന കുറെ സംഭവങ്ങളായിരുന്നു മിഷൻ ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ മിഷൻ ആണെന്ന് നമ്മൾ ആ ഒരു ബ്രിമ്മിൽ ഇരുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു സീറ്റഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്, അത് ഈ സിനിമയ്ക്കകത്ത് ഒട്ടും അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള എയർക്രാഫ്റ്റിനകത്തുള്ള ചേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വേണ്ടി തട്ടിക്കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാർ ചേസിൽ ഒതുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അത് ഫ്ലൈയിങ്ങിൽ തന്നെ കൊണ്ടുപോയി. കാരണം അതിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്കില്ലിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ടർ ആൻഡ് ടോം ക്രൂസ് ഇതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഭയങ്കര ഒരു നമുക്ക് ആ സീറ്റഡ്ജ് ഒന്നും അതിനകത്ത് കിട്ടിയില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന സ്റ്റൺസ് കണ്ട് ഇങ്ങനെ ഒരു അത് കണ്ടടിച്ച് വാവിളിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. 3 hours ഒരു ഹെവി ഡ്യൂറേഷൻ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവീസിൽ 3 hour ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടൈം. അതിൻ്റെതായിട്ടുള്ളൊരു ബോറടി എവിടെയൊക്കെ ഫീൽ ചെയ്ത്, കാരണം ഒരു പിൻ പോയിന്റ് പ്രിസിഷനിൽ കട്ട്സ് ആയിട്ട് പോകണമെന്നാണ് പൊതുവെ ഇംഗ്ലീഷ് മൂവീസ്. അതാണ് നമ്മൾ ഇംഗ്ലീഷ് മൂവീസിനോട് ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് 10 ഫോർ ടോം ക്രൂസ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.